ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പായസമാണ് ഗൈസ്. പായസം അപ്പം ഓണൊക്കെ ആയില്ലേ. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈസ്റ്റേണിൻ്റെ പാലട പായസം മിക്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 300 ഗ്രാമിൻ്റെ ആണ്. അപ്പം നമുക്ക് എനിക്കങ്ങനെ പായസം വെക്കാൻ ഓൾറെഡി മറ്റേ കമ്പോലിരിക്കുന്ന സംഭവമില്ലേ, സേമിയ, അതിൻ്റെ പായസം വെക്കാൻ എനിക്കറിയാം ഗൈസ്. ബട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് പാലട വെക്കാൻ പോകുന്നത്. അതും ഗൈസ് ഹോസ്റ്റലിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യാൻ കഴിയും. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അത് സെറ്റ് ചെയ്തിട്ട് ഗൈസ് ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളമായിട്ട് വെച്ചിട്ടുണ്ട്. പാലൊഴിച്ചു. ഇനി നമ്മൾ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ കുറച്ച് ആളൊക്കെ ഉള്ളതുകൊണ്ട് ഗൈസ് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ പാൽ ഒഴിച്ചത്. അപ്പോൾ ഗൈസ് നമുക്ക് ആ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ തിളക്കി. അപ്പോൾ ഗൈസ് ഈ പാലിനെ നല്ലപോലെ തിളയ്ക്കണം. ഇതിനകത്ത് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തിളയ്ക്കണം. ഗൈസ് നമുക്ക് ഈ പാലട മിക്സ് അൺബോക്സ് ചെയ്യാം. ഗൈസ് ഇതാണ് നമ്മുടെ പാലട മിക്സ്. റോസ്റ്റഡ് പാലട മിക്സാണ് ഗൈസ്. ഇത് നമുക്കിത് വറക്കൊന്നും വേണ്ട, റോസ്റ്റാണ്. മണം ഗൈസ്, ഏലക്കേൻ്റെയും ആ ഒരു എല്ലാത്തിൻ്റെയും മണമുണ്ട് ഗൈസിനകത്ത്. ഗൈസിനകത്ത് നിറച്ച് പഞ്ചസാരയാണ് ഗൈസ്. നോക്ക്, ഇതാണ് പാലട മിക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിറച്ച് പഞ്ചസാരയാണ് ഗൈസ്. ഗൈസ് നമുക്കിത് റെഡി ആവുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. പാൽ തിളച്ച് വരട്ടെ ഗൈസ്. ഗൈസ് നമ്മുടെ പാല് നല്ല വൃത്തിക്ക് തിളച്ച് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്കിനി നമ്മുടെ പാലട മിക്സ് ഇതിനകത്തോട്ട് ആഡ് ആക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് ഗൈസ്, നെയ്യൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ സേമിയ അല്ലല്ലോ, പാലട തയ്യാറായിട്ടുണ്ടായിരുന്നു. നല്ലപോലെ തിളച്ച് നെയ്യ് ഇടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നെയ്യൊക്കെ ഇട്ട് നമ്മൾ നല്ലപോലെ തിളപ്പിച്ചെടുത്തിരുന്നു. പിന്നെ നമ്മുടെ ഈ കശുവണ്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഉള്ളതുപോലെ ഹോസ്റ്റലിലാണല്ലോ റെഡിയാക്കണത്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറവുകൾ ആ പായസത്തിന് കാണും. പക്ഷേ എന്നാലും നന്നായിട്ടുണ്ടായിരുന്നു ഗൈസ് പായസം. പിന്നെ ഞാനത് നമ്മൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 4 പേർക്ക് ഗ്ലാസ്സിൽ എടുത്ത് ഗൈസ് നമ്മൾ എല്ലാവർക്കും സെർവ് ചെയ്തു. പായസം എങ്ങനെയുണ്ട് പൂജ? പായസം എങ്ങനെയുണ്ട് നൂറ? അച്ഛൻ പായസം എങ്ങനെയുണ്ട്? ഗൈസ് ഇത് ഫസ്റ്റ് ടൈം ഞങ്ങൾ വെച്ച പായസമാണ് ഗൈസ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന്. ഞാനും അങ്ങനെ കുടിച്ച് നോക്കി ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പാലട പായസം. അത് ഞാൻ വെച്ചത് കൊണ്ടാണ് മേ ബി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ബൈ.